ആത്മഹത്യയിലേക്ക് പോയ ആളുകൾ, ആത്മഹത്യ ചെയ്യണമെന്ന് കരുതിയിരിക്കുന്ന ആളുകൾ, ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള ചിന്ത മാറ്റിവെച്ചു, ഞാൻ ആത്മഹത്യ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞൊരു വ്യക്തി, അതിൻ്റെ പേര് പ്രതിപാദിക്കാൻ മാറ്റാൻ കഴിയില്ല എന്നൊരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അത് തികച്ചും തെറ്റാണെന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചിന്തകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ള മുതുകാട് സാർ ഉൾപ്പെടെയുള്ള MG ശ്രീകുമാർ സാർ ഉൾപ്പെടെയുള്ള 75 പ്രശസ്തരായ വ്യക്തികളെ തുടർച്ചയായി 75 ദിവസം രാത്രി ഓൺലൈനിൽ പ്രോഗ്രാമിൽ സംഘടിപ്പിക്കുകയും ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദം നേരിടുന്ന ആളുകളെ കളികളിലൂടെ രസകരമായ രീതിയിലൂടെ അവരോട് സംവദിക്കാനും അവരുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെയുള്ള പരിപാടി ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. ഹായ്, നമസ്കാരം. ഉദയൻ കലാനികേതനാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത് വെഞ്ഞാറമൂടിനടുത്തായി ആലിയാട് എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളുമായി വർത്തമാനകാല ജീവിതത്തെ പച്ചയായി വരച്ചു കാട്ടിയ എഴുത്തുകാരൻ ശ്രീ മനുകുമാർ ആലിയാട്. നിറഞ്ഞ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സാർ, സ്വാഗതം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നല്ലേ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കും. സാർ ഒരു അധ്യാപകനാണ്, അതോടൊപ്പം തന്നെ എഴുത്തിൻ്റെ വഴിയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഒരുപാട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ഒരു അധ്യാപകൻ കൂടിയാണ്. എങ്ങനെയാണ് എഴുത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം? എങ്ങനെയാണ് സാർ? ഞാൻ ഒരു എഴുത്തിൻ്റെ വഴിയിൽ ഇങ്ങനെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടില്ല. തുടങ്ങുകയാണ്. അധ്യാപകൻ ആണ്, അധ്യാപനോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുമാണ്. എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എഴുത്ത് എന്ന് പറയുന്നത് ശരിക്കും ചെറിയ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയിരുന്നു. അത് പിന്നെ നാടകങ്ങളുടെ രൂപത്തിലായി നാടകം എഴുതുകയായിരുന്നു. താല്പര്യമുള്ള ആളാണ്. കുട്ടികളുടെ നാടകം എഴുതുക എന്നുള്ളതായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നാടകം എഴുതി അഭിനയിക്കുക. വെഞ്ഞാറമൂട് സ്കൂളല്ലേ പഠിച്ചത്? വെഞ്ഞാറമൂട് സ്കൂളിലാണ് സാറേ പഠിച്ചത്. UP-ൽ പാറയ്ക്കൽ സ്കൂളിലായിരുന്നു. LP UP-യും പാറയ്ക്കൽ സ്കൂളിലായിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ വെഞ്ഞാറമൂട് സ്കൂളിലായിരുന്നു. പാറയ്ക്കൽ എന്നൊരു മനോഹരമായ കൊച്ചു ഗ്രാമം, അതായത് കലാകാരന്മാരുടെ നാടാണ്. ഒട്ടേറെ പ്രോഗ്രാമുകളുടെ പ്രചോദനം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ്. നല്ല അമ്പലം, അങ്ങനെ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. എന്താണ് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വളർന്നുകൊണ്ട് തന്നെയാണോ ഈ രംഗത്തേക്ക് മുമ്പോട്ട് വരാൻ സാധിച്ചത്? ഉറപ്പായും സാർ. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരെയും പിന്നെ സഹായിക്കുന്ന, എല്ലാവരെയും അഭിനന്ദനം നൽകുന്ന ഒരു നാടാണ്. നാട്ടിലെ ക്ലബ്ബുകളായിരുന്നാലും, പണ്ടൊക്കെ ചെറിയ പ്രായത്തിൽ നവയുഗം, യുഗപ്രഭ, അതുപോലെ തന്നെ സമത സാംസ്കാരിക വേദി, ഇപ്പോൾ പാറയ്ക്കൽ സാംസ്കാരിക വേദി, അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളുടെ ഒരു നാടായിരുന്നു. ഓണം ആകുമ്പോഴും മറ്റു ഉത്സവങ്ങളാകുമ്പോഴും ഒക്കെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ആ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരം കിട്ടി. പങ്കെടുക്കുമ്പോഴൊക്കെ കിട്ടുന്ന സമ്മാനങ്ങളും എഴുത്തിലും പാട്ടിലും ഒക്കെ കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ എഴുത്തിനെയും കലാപ്രവർത്തനത്തെയൊക്കെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. നാട്ടുകാരുടെ സപ്പോർട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുകയാണല്ലേ? ഉറപ്പായും സാർ, ഉറപ്പായും. നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രത്യേകത തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളുകളാണ്. അവർ എപ്പോഴും സമ്മാനങ്ങൾ നൽകുകയും. തീർച്ചയായിട്ടും എനിക്കറിയാം. കാര്യം ഈ നാട്ടിലുള്ള എല്ലാവരും കലാ രംഗത്തേക്ക് അവർ കടന്നു വന്നില്ലെങ്കിലും കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യാൻ അവർ മുൻപന്തിയിലുണ്ടാവും ഏതൊരു കാര്യത്തിലും. കാര്യം ഞങ്ങൾ ഈ അമ്പലത്തിൽ ഓരോ പ്രോഗ്രാംസോട്ടൊക്കെ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് ഓടി വന്നിട്ട് ഒരു ആവശ്യം അപ്പോഴും സാധിച്ചു തരാറുണ്ട്. അത്ര നല്ലൊരു എന്താ പറയുക, നല്ല വ്യക്തിത്വങ്ങളാണ് ഈ നാട്ടിലുള്ളവർ. ഉറപ്പായും സാർ, ഉറപ്പായും. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു, പ്രത്യേകിച്ച് കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാടാണ് സാർ. അതുപോലെ തന്നെ സാറ് 1-2 പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് സാറിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയ ഒരു എഴുത്തായിരുന്നു ഒന്നാമനാകാം എന്ന ഒരു പുസ്തകം. അതിൻ്റെ പ്രകാശനം ഈ അടുത്ത് കഴിഞ്ഞു. എങ്ങനെയാണ് സാർ ഈ ഒരു പുസ്തകത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത്? ഒന്നാമനാകാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പലതും വരാം, മുന്നിലെത്താം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. എന്താണ് സാർ ആ പുസ്തകത്തിലൂടെ ഉദ്ദേശിച്ചത്? ഒന്നാമനാകാം എന്ന പുസ്തകം ശരിക്കും സൂചിപ്പിക്കുന്നത്, അല്ലെ പ്രതിപാദിക്കുന്നത്, എല്ലാവരെയും തോൽപ്പിച്ച് ഒന്നാമനാവുക എന്നുള്ളതല്ല. അതാണ് സാറിന് ചോദിച്ചത്, അത് എന്താണ് അങ്ങനെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതെ, ശരിക്കും ആ പുസ്തകം പ്രതിപാദിക്കുന്നത് എല്ലാവരോടും ഒന്നിച്ച് ഒന്നായി ഒന്നാമനാകാനാണ്. ശരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ നമ്മളെ തന്നെ തിരിച്ചറിയാനും മനഃശാസ്ത്രപരമായി നമ്മുടെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ഒക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ചില പാഠങ്ങളാണ്, ചില അനുഭവ പാഠങ്ങളും അതുപോലെ തന്നെ ശാസ്ത്രീയ ചിന്താ രീതികളും ഒക്കെ പ്രതിപാദിക്കുന്നത്. 25 വ്യത്യസ്ത മേഖലകളെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ചെറിയ പ്രായത്തിലെ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പിന്നെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് കേട്ടിട്ടുണ്ട്.
നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ മരണം വരെ ഉണ്ടാകുന്നതാണ് നമ്മുടെ ചിന്ത. ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്നൊരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അത് തികച്ചും തെറ്റാണെന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ചിന്തകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് 10ാം ക്ലാസ് വരെ ഇപ്പോൾ കണക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്തൊരു കുട്ടിക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കണക്കിനെ ഇഷ്ടപ്പെടാനേ കഴിയില്ല. കണക്കില്ലാത്ത വിഷയം അല്ലെങ്കിൽ ഭാഗം തിരക്കി കോഴ്സിന് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയല്ല, കണക്ക് അതുവരെ ഇഷ്ടമില്ലെങ്കിലും പെട്ടെന്ന് കണക്കിലേക്ക് മാറ്റിയെടുക്കാം. പെട്ടെന്ന് കണക്കിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. അതാണ് ഒരു ഭാഗം. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പേര്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചിന്തകൾക്ക് മാറ്റങ്ങൾ വരാം. അതുവരെയുള്ള നമ്മുടെ വിശ്വാസം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങളൊക്കെ മാറ്റാമെന്നാണ് അതിൽ ഒരു യൂണിറ്റ് പറയുന്നത്. അങ്ങനെയുള്ള വ്യത്യസ്തമായ മനഃശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളെ ലളിതമായി കുട്ടികൾക്കും മുതിർന്നവർക്കും ഉൾപ്പെടെ പഠിക്കാൻ ഉതകുന്ന തരത്തിലേക്കാണ് ആ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഈ മത്സരത്തെക്കുറിച്ചല്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് മത്സരിച്ച് വിജയിക്കണമെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ മത്സരിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പരാജയപ്പെട്ടേ പറ്റുള്ളൂ. ഈ സംസ്ഥാന കലോത്സവത്തിന് ഈ പ്രാവശ്യം ഒരു മത്സരത്തിന് തായമ്പയോ നാദസ്വരമാണെന്ന് തോന്നുന്നു, അതിൽ ഒരേ ഒരാൾ മാത്രമേ പങ്കെടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മത്സര ഇനമായി പരിഗണിച്ചില്ല, മത്സരമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വിജയി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഒരാൾക്ക് വിജയിക്കണമെങ്കിൽ, ഒന്നാമനാകണമെങ്കിൽ ആരൊക്കെയോ മത്സരിക്കണം. അപ്പോൾ മത്സരത്തിൽ വിജയിക്കുന്ന ആളിനോടൊപ്പം തന്നെ പ്രാധാന്യം ആ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കുമുണ്ട്. ആ പങ്കെടുക്കുന്നവർ ഇല്ലെങ്കിൽ അവിടെ ആർക്കും ഒന്നാമനാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഒന്നിച്ചൊന്നാമനാകാനുള്ള ചില ചിന്തകൾ, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ചിന്തകൾ, എല്ലാവരെയും ഒന്നിച്ച് നിർത്താനുള്ള ചിന്തകൾ, ഒന്നായി മാറാനുള്ള ചിന്തകൾ ആണ്. ഒന്നായി മാറി അവനവനെ തിരിച്ചറിഞ്ഞ് മുന്നേറാനുള്ള ചിന്തകളാണ് ഒന്നാമനായി എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അതിന് മുന്നേ 2 പുസ്തകം കൂടി എഴുതിയിട്ടില്ലേ? അതെ. സാർ, ആദ്യം എഴുതിയത് ഈ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന കണക്കിൻ്റെ കാതൽ എന്ന പുസ്തകമായിരുന്നു. അത് ലളിതമായി കണക്കിനെ പ്രതിപാദിക്കുന്ന പുസ്തകമാണ്. ജീവിതത്തിൻ്റെ കണക്കുകളെ കുറിച്ചാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് ലേഖനങ്ങളായിരുന്നു. അത് വിസ്മയ ചിറകുമായി എന്നാണ് പേര്. ശരിക്കും ഈ വിസ്മയ ചിറകുമായി എന്ന പുസ്തകം എഴുതാനുള്ളൊരു പ്രചോദനം എന്ന് വെച്ചാൽ അബ്ദുൽ കലാം സാറിൻ്റെ ജീവിതവും ഒക്കെയാണ് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് പേരങ്ങനെ വിസ്മയ ചിറകുമായി എന്നതിന് കൊടുത്തത് തന്നെ. സാർ, അതുപോലെ തന്നെ എഴുതാനുള്ള ഒരു പ്രചോദനം ചിലപ്പോൾ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന വിഷയങ്ങളായിരിക്കാം. സാറിന് എങ്ങനെയാണ്, എന്ത് സാഹചര്യങ്ങളാണ് സാറിന് എഴുതാൻ കൂടുതലും പ്രചോദനമായി തീരുന്നത്? സാറേ, യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ എഴുതുന്നത് വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഒന്ന് കണക്കിനെ കുറിച്ചാണെങ്കിൽ അടുത്തൊന്ന് മോട്ടിവേഷനെ കുറിച്ചാണ്. ഇതിന് മുമ്പ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് നാടകങ്ങളെക്കുറിച്ചാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടകങ്ങളാണ് എഴുതിക്കൊണ്ടിരുന്നത്. ശരിക്കും കലയും സാഹിത്യവും ഒക്കെ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളാണ്. ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല കലാകാരനാകാൻ കഴിയുന്നതാണ്. നല്ല കലാകാരന്മാർക്ക് മാത്രമേ പഠിക്കാൻ കഴിയുന്നുള്ളതാണ്. കലാകാരന്മാരെന്ന് പറയുന്നത് ശരിക്കും ഹൃദയത്തിൽ നന്മകൾ സൂക്ഷിക്കുന്നതാണ്. അവർ അമരന്മാരായി തുടരുമെന്നാണ്. അപ്പോൾ എഴുത്ത് പല രീതിയിൽ സ്വാധീനിക്കാം. അത് സാർ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സ്വാധീനിക്കാം. അതുപോലെ തന്നെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ഒരു സ്വയം ശക്തിയായി, സ്വയം പ്രേരണയായൊക്കെ എഴുത്തിനെയൊക്കെ മാറ്റാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എഴുതാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ മറ്റുള്ളവർ നൽകിയ അഭിനന്ദനമാണ്. ചെറിയ പ്രായത്തിൽ ഞാൻ എഴുതിയ ചെറിയ ചെറിയ കഥകളൊക്കെ തന്നെ എൻ്റെ കൂട്ടുകാർ വായിച്ചിട്ട് നന്നായിട്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ അധ്യാപകർ വായിച്ചിട്ട് അത് കൊള്ളാമെന്ന് പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. പക്ഷേ സ്കൂളിലെ മത്സരങ്ങളിൽ എഴുത്തിന് എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടില്ല. പക്ഷേ കവിതകളുമായി ബന്ധപ്പെട്ട കവിതയ്ക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എഴുത്ത് അങ്ങനെ സമ്മാനം കിട്ടിയ ഒരു തലത്തിലേക്ക് ഉയർന്നില്ലെന്നുള്ളതാണ്. പക്ഷേ പിന്നീട് അതിനുശേഷം ഈ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ പോയപ്പോഴത്തേക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഫാമിലിക്കും ഒക്കെ പലതരത്തിലുള്ള പ്രചോദനാത്മകമായ ക്ലാസ്സുകൾ എടുക്കാൻ പോയിട്ടുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പുസ്തകമാക്കി മാറ്റിയാൽ അത് കുറച്ചുകൂടി ലൈഫുള്ള കാര്യമാണെന്ന് തോന്നി. അങ്ങനെയാണ് അത് പുസ്തകമാക്കി എഴുതാനുള്ള ചിന്ത മനസ്സിലേക്ക് വന്നത്. അത് വളരെ ലളിതമായിട്ട് എഴുതാനുള്ളൊരു ചിന്തയിലായിരുന്നു. അത് പ്രേക്ഷകർക്ക്. സാർ, നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പഠനത്തിൽ മികച്ചു നിൽക്കുന്ന കുട്ടികൾ കലാരംഗത്തേക്ക് മുന്നോട്ട് വരുമെന്ന്. സാർ, ചില സാഹചര്യത്തിൽ, അപ്പോൾ എൻ്റെ ഒരു തോന്നലായിരിക്കാം, ചില കുട്ടികൾ കലാരംഗത്തേക്ക് മികച്ച പ്രകടനം കാഴ്ച വയ്ക്കാറുണ്ട്. പക്ഷെ പഠനത്തിൽ അവർ ഒരു ആവറേജ് നിലവാരത്തിൽ പുലർത്തുന്ന വിദ്യാർത്ഥികളുമുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവർക്ക് ഈ 2 കാര്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലേ കുറച്ചുകൂടെ? ഉറപ്പായും പറ്റും സാർ, ഉറപ്പായും. അത് അവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് കൂടിയാണ്. സമൂഹം
കാണുന്നത് പഠനം വേറെ അല്ലെങ്കിൽ കലാസാഹിത്യ പ്രവർത്തനം വേറെ എന്നുള്ള രീതിയിലാണ്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു വയലിൽ കൃഷി ചെയ്യുന്നൊരു കാര്യമുണ്ട്. വയൽ തുടർച്ചയായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ, നെല്ല് കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ തുടർച്ചയായി നെല്ല് കൃഷി ചെയ്യണമെങ്കിൽ വിളവ് കുറയും. പക്ഷേ നെല്ല് കൃഷി ചെയ്യുന്നതിൻ്റെ ഇടവേളകളിൽ നമ്മൾ പയർ കൃഷി ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ പയറിൻ്റെ ചില നൈട്രേറ്റുകൾ മണ്ണിലേക്ക് കൊടുക്കുകയും ആ പയർ നൽകുന്ന നൈട്രേറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള നെൽകൃഷി വളരെ ഫലപുഷ്ടമായ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെയാണ് പഠനവും കലയും അതുപോലെ തന്നെ സ്പോർട്സും അങ്ങനെയാണ്. ശാരീരികമായിട്ടുള്ള ഒരു പിൻബലം നൽകുന്നു, മാനസികമായിട്ടുള്ള പിൻബലം നൽകുന്നു. അവനവനെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നു, അവന് സന്തോഷത്തോടു കൂടി പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ എഴുതാനും വായിക്കാനും ഒക്കെയുള്ള കഴിവും അത് മറ്റുള്ളവർക്ക് നൽകുന്നൊരു സപ്പോർട്ടും ഒക്കെ അവന് ഭയങ്കരമായി സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും അവരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിന് പുറകോട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാം. അതൊക്കെ തന്നെ കുടുംബ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ എന്താ പറയുക ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങളിൽ മനുഷ്യൻ അങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു അവസരത്തിലാണ് ദൈവദൂതനെ പോലെ എന്ന് തന്നെ പറയാം സാർ അവർ അടുത്തെത്തുന്നു, അവർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നു, മോട്ടിവേഷൻ ക്ലാസ് സാർ എടുക്കാൻ അങ്ങനെ പോകുന്നുണ്ട്. എങ്ങനെയാണ് സാർ പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രചോദനം അവർക്ക് എങ്ങനെയാണ് കിട്ടുക? അല്ലെങ്കിൽ പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അവരെങ്ങനെയാണ് ഇത് മാറി ചിന്തിക്കുന്നത്? എങ്ങനെയാണ് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ? സാറേ, മോട്ടിവേഷൻ ക്ലാസ് അല്ലെങ്കിൽ പ്രചോദനാത്മകമായ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അവരെ മാറ്റാനുള്ള ശക്തി എനിക്കുണ്ടോ എന്ന് വെച്ചാൽ 100% ഇല്ല എന്നുള്ളതാണ് ഉത്തരം. പക്ഷെ അവരെ മാറ്റാൻ സഹായിക്കുന്നതിനാവശ്യമായ ഒരു ഘടകം, ഒരു ചിന്ത നൽകാൻ പറ്റുന്നതാണ്. ഒരാൾക്കും മറ്റൊരാളിനെ മാറ്റാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ലോകത്തിൽ എനിക്ക് മാറ്റാൻ പറ്റുന്ന ഒരേ ഒരാൾ അത് ഞാൻ മാത്രമാണ്. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മാറ്റാൻ പറ്റുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് മാറ്റാൻ എന്നെ മാത്രമേ പറ്റൂ. മറ്റൊരാൾക്ക് മാറണമെങ്കിൽ അവരവർ സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ സ്വയം ചിന്തിക്കണമെന്നുള്ളതാണ്. അപ്പോൾ സ്വയം ചിന്തിക്കാനുള്ള ശേഷി ഉയർത്തുക, സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള തലം ഉയർത്തുക, ആ തലം ഉയർത്തുന്ന പ്രവർത്തനമാണ് മോട്ടിവേഷൻ. നമ്മളവിടെ പ്രചോദനം മാത്രമേ ആകുന്നുള്ളൂ. ഉറപ്പായും തീരുമാനങ്ങൾ എടുക്കുന്നത് അവരാണ്. ആ തീരുമാനം എടുക്കാനുള്ള സാഹചര്യം അവരുടെ മാനസികമായി ക്രിയേറ്റ് ചെയ്യുക, സജ്ജമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ മുതൽ ഇത് ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സിവിൽ സർവീസുകാരായ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇടയിൽ രസകരമായ കാര്യങ്ങളിലൂടെ, കളികളിലൂടെ, കഥകളിലൂടെ, പാട്ടുകളിലൂടെ, ശാസ്ത്രീയ മനോഭാവങ്ങളിലൂടെ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമമാണ്. സാറിന് ഇങ്ങനെ ഈ ക്ലാസ് എടുക്കാൻ പോയിട്ട് മറക്കാനാകാത്തൊരു അനുഭവം നമ്മുടെ പ്രേക്ഷകരുമായിട്ടത് പങ്കുവെച്ചുകൂടെ? ഉറപ്പായും. അതായത് ആത്മഹത്യയിലേക്ക് പോയ ആളുകൾ, ആത്മഹത്യ ചെയ്യണം എന്ന് കരുതിയിരിക്കുന്ന ആളുകൾ, ഞാൻ ആത്മഹത്യ ചെയ്യാനുള്ള ചിന്ത മാറ്റിവെച്ചു, ഞാൻ ആത്മഹത്യ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞൊരു വ്യക്തി. ആളുടെ പേര് പ്രതിപാദിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ പറയുന്നൊരു മാനസികാവസ്ഥ, ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള സാഹചര്യത്തെ മാറ്റിവെക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഒന്നാണ്. പക്ഷേ ഈ മേഖലയിലും എപ്പോഴും നമുക്ക് അപ്ഡേറ്റ് വേണം. ഞാൻ ഇപ്പോൾ ചെയ്യുമ്പോൾ ഈ കാര്യം ഒരു ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഓരോ ദിവസവും ക്ലാസ് എടുക്കാനായി പോകുന്നത് തലേ ദിവസം ആ ജീവിതത്തിൽ ആദ്യമായി ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എങ്ങനെയാണോ പോയത് അതുപോലെ പ്ലാൻ ചെയ്തിട്ടാണ്. അത് പ്രീ പ്രൈമറി കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമായാലും ശരി, ക്ലാസ് ഇരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരായ ആളായാലും ശരി, ജീവിതത്തിൽ ആദ്യമായി ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എങ്ങനെയാണോ തലേ ദിവസം പ്ലാൻ ചെയ്തത് അത് തന്നെയായിരിക്കും എൻ്റെ 2000 അല്ലെങ്കിൽ 3000 ശേഷമുള്ള ക്ലാസ്സുകൾക്കും പ്ലാൻ ചെയ്യുന്നത്. ഇത് തീർച്ചയായിട്ടും സേവനം പോലെയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ അറിഞ്ഞത്. എങ്ങനെയാണ് സാറേ? ഇത് സർക്കാർ സംബന്ധിയായ പരിശീലന പരിപാടികളായിരിക്കും ഭൂരിഭാഗം ഉണ്ടാവുക. പിന്നെ നാട്ടിലെ ക്ലബ്ബുകൾ, ലൈബ്രറികളൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, സർക്കാർ ഉദ്യോഗസ്ഥനായ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ശരിക്കൊരു സേവനം തന്നെയാണ്. കാരണം ഇപ്പോൾ കോവിഡ് സമയത്ത് എല്ലാവരും കോവിഡുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, ഓൺലൈനായിട്ട് ആളുകളെ സംഘടിപ്പിക്കുന്നു, ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു. അവർക്ക് വേണ്ട മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിനാവശ്യമായ ക്രിയാത്മകമായ പരിശീലന പരിപാടികൾ ഓൺലൈനിൽ കൂടി നൽകുന്നു.
അതോടൊപ്പം തന്നെ പ്രശസ്തരായ വ്യക്തികളെ ആ മീറ്റിങ്ങിൽ പങ്കെടുപ്പിക്കും. ഏകദേശം 75 ദിവസം തുടർച്ചയായിട്ട് കോവിഡ് സമയത്ത് പ്രശസ്തരായ MD വാസുദേവൻ സാർ ഉൾപ്പെടെയുള്ള, സുഗതകുമാർ ടീച്ചർ ഉൾപ്പെടെയുള്ള, ജോർജ് ഓണക്കൂർ സാർ ഉൾപ്പെടെയുള്ള, മുതുകാട് സാർ ഉൾപ്പെടെയുള്ള, MG ശ്രീകുമാർ സാർ ഉൾപ്പെടെയുള്ള 75 പ്രശസ്തരായ വ്യക്തികളെ തുടർച്ചയായി 75 ദിവസം രാത്രി ഓൺലൈനിൽ പ്രോഗ്രാമിൽ സംഘടിപ്പിക്കുകയും ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദം നേരിടുന്ന ആളുകളെ കളികളിലൂടെ രസകരമായ രീതിയിലൂടെ അവരോട് സംവദിക്കാനും അവരുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും ഒക്കെയുള്ള പരിപാടി ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസം എന്ന പേരിൽ ഒരു അധ്യാപക കൂട്ടായ്മ, സൗജന്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അധ്യാപക കൂട്ടായ്മ എന്ന് പറയുന്നത് അധ്യാപകർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടികൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മോട്ടിവേഷൻ സംബന്ധമായ സ്റ്റോറികൾ, വീഡിയോകളൊക്കെ നമ്മൾ നൽകുകയും രസകരമായ രീതിയിൽ കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ടാണ്. സ്വന്തം സമയം പോലും മാറ്റി വെച്ചിട്ടാണ് ഇതിനായിട്ട് പ്രവർത്തിക്കുന്നത്. അല്ല സാർ, ഇത് നമുക്ക് തന്നെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻ്റ് ആണ്. അത് എനിക്ക് തന്നെ ഒരു വ്യക്തിപരമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന, എല്ലാവരുമായിട്ടും ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു നേട്ടമായിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പോൾ സാറ് തന്നെ വന്ന് സംസാരിക്കുന്നത് പോലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊരു വലിയ നേട്ടമാണ്. എനിക്ക് സാറിന് അറിയാമെങ്കിലും സാർ ഈ അടുത്ത് എഴുതിയ ഒന്നാമനാകുന്ന പുസ്തകത്തിലൂടെയാണ് നമ്മളെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ കുന്നുമ്പ്ര സാർ വഴിയാണ് സാർ എനിക്ക് പരിചയപ്പെടുന്നതും. എൻ്റെ വീടിൻ്റെ അടുത്തൊരു സാറിൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവരൊക്കെ പറഞ്ഞാണ് സാറിന് കൂടുതൽ എനിക്ക് അറിയാവുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാറിനെ പോയി കാണണം, സംസാരിക്കണം എന്താണ് എന്ന്. രാധാകൃഷ്ണൻ കുന്നുംപുറം സാറ് ഈ മേഖലയിൽ അറിയപ്പെടുന്ന പ്രഭാഷകൻ. സാറിൻ്റെ ഒരു ക്ലാസ് ഞാൻ ലൈവ് കണ്ടിരുന്നു. ഒരു അരമണിക്കൂർ ആണ് സാറിനോട് സംസാരിക്കാനായിട്ട് സ്കൂൾ ആവശ്യപ്പെട്ടത്. പക്ഷേ കുട്ടികൾ അദ്ദേഹത്തോട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് സ്കൂൾ അധികൃതർ അത് ഏകദേശം 3.5 മണിക്കൂർ വരെ നീണ്ടുപോകുന്ന ഒരു അത് അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഇപ്പൊ പ്രതിപാദിച്ച സനൽ എന്ന് പറഞ്ഞ പുള്ളി സാറിൻ്റെ ഒരു പുള്ളിൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ക്ലാസ്മേറ്റ് ആയ ആളുകൾ, സനലിനെ പോലുള്ള ആളുകൾ, എൻ്റെ നാട്ടിലുള്ള എൻ്റെ കൂട്ടുകാർ, നാട്ടിൽ തന്നെ ഒരു ആലിയാഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളാണ്. പക്ഷെ അവർക്ക് നൽകുന്ന പിൻബലം ഭയങ്കരമാണ്. പിന്നെ ഒരു പാറയ്ക്കൽ സാംസ്കാരിക വേദി എന്ന് പറയുന്നത്, ഇനി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യമായി ജോലി കിട്ടിയത് മലപ്പുറത്ത് ഒരു സ്കൂളിലായിരുന്നു. മലപ്പുറത്ത് കീഴ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ ആ സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലായിരുന്നു ജോലി. അപ്പോൾ അവിടെ ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ടാണ് ജോലി ചെയ്തത്. അത് ആ VHSCയിലെ ഒരു പോസ്റ്റാണ്, ചെറിയ പോസ്റ്റാണ്. പക്ഷേ അവിടുത്തെ ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് കൂടിയും ആ സ്കൂളിലെ അധ്യാപകർ എന്നെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള അധ്യാപകനായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അവിടുത്തെ ഒരു ടീം, മലപ്പുറത്തെ ഒരു ടീം നൽകിയ ഒരു പിൻബലമാണ് ഒരുപക്ഷെ എഴുതാനും വായിക്കാനും ഒക്കെ ഉള്ളതിന് വലിയൊരു സഹായം നൽകി. പിന്നെ അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ സ്കൂളിലെ അധ്യാപകർ, പിന്നെ കടക്കൽ ചിങ്ങേലി സ്കൂളിലെ അധ്യാപകർ, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന നിലമേലിനടുത്തുള്ള വേക്കൽ ഗവൺമെൻറ് LPSലെ അധ്യാപകരൊക്കെ, അവിടുത്തെ അധ്യാപകരും ഒക്കെ വലിയ പിൻബലമാണ് നൽകിയത്. അവിടെ ഉള്ള ഓരോ അധ്യാപകരെയും അവരുടെയൊക്കെ പിൻബലമാണ്. അവിടെയുള്ള ഏറ്റവും ചെറിയൊരു പോസ്റ്റായിട്ട് കൂടിയും അവര് കൂടുതൽ സഹപ്രവർത്തകരുടെ പിന്തുണ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാര്യം മാനസികമായിട്ട് നമ്മൾ വെല്ലുവിളി നേരിടുന്ന സമയത്ത് പോലും അതൊരു വലിയ സപ്പോർട്ടാണ് അവരെ കൂടെ നിൽക്കുന്നത്. ഉറപ്പായും. സാർ, അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു കലാപ്രവർത്തനങ്ങൾക്കും നമ്മുടെ എന്ത് പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഏറ്റവും സപ്പോർട്ടായി എല്ലാവരും ഉണ്ടെങ്കിലും നമ്മുടെ ഫാമിലി സപ്പോർട്ട് നമുക്കത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. എന്താണ് സാറിന് കിട്ടുന്ന ആ ഒരു ഫാമിലി സപ്പോർട്ട്? എങ്ങനെയൊക്കെയാണ്? ഫാമിലി ഭയങ്കര ഒരു സപ്പോർട്ടാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ ഫാമിലിയിൽ ശരിക്കും കലാകാരന്മാരാണോ എന്ന് വെച്ചാൽ വലിയ കലാകാരന്മാരെന്ന് വെച്ചാൽ അല്ല, പക്ഷേ കലാ ആസ്വാദകരാണ്. ഇപ്പം എൻ്റെ വൈഫ് ശ്രീലക്ഷ്മി എന്നാണ് പേര്. പിന്നെ സ്കൂളിലെ ഗസ്റ്റായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഇവിടെ സ്കൂളിലാണ്, പാറയ്ക്കൽ സ്കൂളിൽ നേരത്തെ, ഇപ്പോൾ ഗസ്റ്റ് അല്ല, നേരത്തെ ഗസ്റ്റായിട്ടൊക്കെ ജോലി ചെയ്തിരുന്നു. ചെറുതായി പാട്ട് പാടുന്ന ആളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കളും 2 മക്കളാണ്. പിന്നെ അഭീഷ്മ എന്നാണ് പേര്, മൂത്തയാളുടെ അഭിമയ എന്നാണ് പേര്. അവരും പാട്ടും മൂത്തയാള് 7ാം ക്ലാസ്സിലും ഇളയാള് 1ാം ക്ലാസ്സിലുമാണ്. കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. പാറയ്ക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛനും വിക്രമൻ പിള്ള എന്നാണ് പേര്, അമ്മയുടെ പേര് ബേബി എന്നാണ്. വിക്രമൻ പിള്ള എന്ന് പറയുന്ന എൻ്റെ അച്ഛനും ചെറുതായി പാട്ട് പാടുന്ന ആളുകളാണ്. എൻ്റെ മാമന്മാരുണ്ട്. പിന്നെ വിജയൻ പിള്ള എന്നാണ് പേര്. പുള്ളി വലിയ കഥാപ്രസംഗത്തിന്റെ ആസ്വാദനം. എവിടെയാണോ കഥാപ്രസംഗം ഉണ്ട്, പുള്ളി കഥാപ്രസംഗം സ്പോൺസർ ചെയ്യുക, കഥാപ്രസംഗം കാതികരമായിട്ട്, അത് സാംബശിവൻ സാറുമായിട്ടാണ് ശരി, കടാമംഗലം സാറുമായിട്ടാണ് ശരി, സലീംകുമാർ സാറായിട്ട്, ഇവരോടൊക്കെ തന്നെ പേഴ്സണലായിട്ട് അവരോട്ട് എപ്പോഴും ബന്ധമുള്ള ആളാണ്. പിന്നെ വേറൊരു മാമനുണ്ട്, പട്ടാളത്തിൽ റിട്ടയറായി, സുരേഷ് ബാബു എന്നാണ് പേര്.
അപ്പോൾ അദ്ദേഹവും ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ആളാണ്. പിന്നെ വൈഫിൻ്റെ അമ്മയുണ്ട്, അമ്മയും പാട്ട് പാടുന്ന ആളാണ്. വൈഫിൻ്റെ അച്ഛനും ഉണ്ട്, വൈഫിൻ്റെ സഹോദരനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു കലാപരമായ കലാസ്വാദകരായ ആളുകളുള്ളൊരു സ്ഥലത്ത് എൻ്റെ അനിയനുണ്ട്. അവനും അത്യാവശ്യ ഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച ആളാണ്. നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളാണ്. നാടകം കുട്ടികളുടെ നാടകത്തിനോട് താല്പര്യമുള്ള രംഗപ്രഭാത് പോലെ കുട്ടികളുടെ നാടകത്തിൽ അഭിനയിച്ച ആളാണ്. അല്ല സാറ് എല്ലാവരും പാടുമെന്ന് പറയുന്നുണ്ട്. സാറൊരു പാട്ട് പാടുകൂടെ നമുക്ക് വേണ്ടി? ശരിക്കും പിന്നെ പാട്ട് പഠിച്ചിട്ടില്ല. പാട്ട് പഠിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം ആയിരുന്നു. പക്ഷേ പാട്ട് പാടുന്നത് കേൾക്കാൻ കഴിയുന്ന വലിയ പാട്ടിനോട് താല്പര്യമുള്ള ആളാണ്. ഒരു കവിതയുടെ 2 വരി ഇതാണ്. ഈ പ്രണയം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു കവിതയാണ്. ചൂടാതെ പോയി നീ, ഞാൻ നിനക്കായി ചോര ചാറി ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ. കാണാതെ പോയി നീ, ഞാൻ നിനക്കായി പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. അന്ധമാം സംവത്സരങ്ങൾക്കുമക്കരെ അന്ധമിഴാത്തതാം ഓർമ്മകൾക്കക്കരെ. ഇതൊരു ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളുടെ ഇടയിൽ നമുക്ക് ഇങ്ങനെ കവിത ചൊല്ലുക, അല്ലെങ്കിൽ മാജിക് കാണിക്കുക, ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രധാന ഘടകമാണ്. അതിനുവേണ്ടി അതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി ഉള്ള ചില കവിതകളും ചില മാജിക്കുകളും ഡാൻസിൻ്റെ ഐറ്റവും ഒക്കെ ചെറുതായിട്ട് പ്രാക്ടീസ്. കാരണം വേറെ ഒന്നുമല്ല, ഈ രസകരമായി മാറ്റുക, ക്രിയാത്മകമായി മാറ്റുക എന്നുള്ളത് ഒരു ഘടകം തന്നെയാണ്. സാറ് സത്യം പറഞ്ഞാൽ ഒരു 10-25 മിനിറ്റ് പോയത് അറിഞ്ഞതേ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചു. എന്നാൽ സാറ് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ഈ ഒരു നിമിഷം നമുക്ക് സമ്മാനിച്ചതിന് വളരെ നന്ദി. ഇത് ശരിക്കും ഞാനും പഠിക്കുകയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ, ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഒരു പ്രിയപ്പെട്ട ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ സന്തോഷം. എന്നെ സംബന്ധിച്ച് എന്താണ്, എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് ഒന്നാമനാകാനുള്ള ഒരു പുസ്തകം എഴുതിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഈ സന്തോഷമുണ്ടായത് എല്ലാവരും എനിക്ക് തന്നൊരു വലിയൊരു പിൻബലത്തിൻ്റെ സഹായത്തിലാണ്. അല്ലാതെ ഒരാൾക്കൊറ്റയ്ക്ക് ഒരിക്കലും ഒന്നാമനാകാൻ പറ്റില്ല എന്നുള്ളതാണ്. വലിയൊരു കൂട്ടായ്മയുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ഒക്കെ വലിയ പിൻബലമാണ് ഇതിനെല്ലാത്തിനും കാരണം. ഈ പിൻബലം കിട്ടിയത് മറ്റുള്ളവർക്ക് നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ സൗജന്യം എന്ന് പറയുന്നത് തിരിച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്നു. ഞാനിങ്ങനെ എനിക്ക് സ്വയം മാറാനുള്ള പരിവർത്തന പരിപാടിയിലാണ്. ഞാൻ തന്നെ സ്വയം എന്നെ മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സന്തോഷത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണിത്. ഇങ്ങനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം, നന്ദി. എന്തായാലും സാറിൻ്റെ സേവന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ദൈവാനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകും. താങ്ക് യു സാർ. താങ്ക് യു.